Hi everyone, welcome to your health and wellness. It's me Shamiruddin, Al Zaytun Pharmacy, Kalba, Fujairah. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ മുടി വളരാൻ വേണ്ടിയിട്ടും അതേപോലെ പുതിയ മുടി കിളിർത്ത് വരാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ആദ്യം തലയിലുണ്ടായിരുന്ന മുഴുവൻ താരൻ കളഞ്ഞതിന് ശേഷം ട്രീറ്റ്മെന്റ് തുടങ്ങാന്ന് വെച്ചു. ആദ്യം ഞാൻ മുടി കളഞ്ഞ സമയത്ത് എൻ്റെ തല ഇങ്ങനെ ആയിരുന്നു, നിറയെ താരനും ചെറിയ കുരുക്കളും താരന്റെ ഭാഗമായിട്ടുള്ള കറുത്ത പാടുകൾ, ചരങ്ങ് പോലത്തെ കറുത്ത പാടുകൾ. ഞാൻ ചെയ്ത ആ ഒരു ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ എൻ്റെ താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറി. അതേപോലെ അതിൽ കുരുക്കൾ മാറി, കറുത്ത പാടുകൾ, ചരങ്ങ് പോലത്തെ എല്ലാ സംഗതികളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഇതേപോലെ ആയിട്ടുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ താഴെയും കൊടുക്കുന്നുണ്ട്, അതേപോലെ ഐ ബട്ടണിലും കൊടുക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. ഇന്നു മുതൽ 4/6/2025 ഇന്നു മുതലാണ് ഞാൻ മുടി വളരാനുള്ള, പുതിയ മുടി ഉണ്ടാകാനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതിൽ ഹെയർ ഫോളിക്കിൾസ് വരുന്നത് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ടിൻ 10,000 ഒരു നേരവും, അതേപോലെ മിനോക്സിഡിൻ സ്പ്രേ 5% 2 നേരമായിട്ട് ഞാൻ ഉപയോഗിക്കും. മിനോക്സിഡിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡെർമാറോളർ ഉപയോഗിച്ചിട്ട് തലയിൽ ഇങ്ങനെ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യും. 5 മിനിറ്റ് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും മസാജ് ചെയ്തതിന് ശേഷം മിനോക്സിഡ് സ്പ്രേ ഞാൻ അടിക്കും. എന്നിട്ട് വീണ്ടും ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്യും. അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. 2 നേരം ഞാൻ മിനോക്സിഡ് സ്പ്രേ ഉപയോഗിക്കും, ഒരു നേരം മാത്രമേ ഞാൻ ഡെർമാറോളർ ഉപയോഗിക്കുകയുള്ളൂ. അങ്ങനെ ഒരു 6 മാസത്തോളം ഞാൻ കണ്ടിന്യൂ ചെയ്യും. മുടി പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയ ഹെയർ വരുന്നതും ഹെയർ ഫോളിക്കിൾ ഓപ്പൺ ആയി വരുന്നതും എല്ലാ കാര്യങ്ങളും നിങ്ങളെ 2 ആഴ്ച കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്ന മിനോക്സിഡിൽ 5% ഹെയർ ഗ്രോ, ഞാൻ ഫോട്ടോ ഇവിടെ ഇടാം. ഹെയർ ഗ്രോ 5% ആണ് ഉപയോഗിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ തല വാഷ് ചെയ്യും, പക്ഷേ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ മാത്രമാണ് ഷാമ്പു ഇട്ടിട്ട് വാഷ് ചെയ്യുക. അത് നാച്ചുറൽ ആയിട്ടുള്ള ബേബി ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് PGN എന്ന കമ്പനിയുടെ ബേബി ഷാമ്പു ആണ്, നാച്ചുറൽ ബേബി ഷാമ്പു ആണ്. UAE-ലായത് കാരണം വെള്ളത്തിന് നല്ല ചൂടാണ്, അതേപോലെ വെള്ളത്തിൽ നല്ല ക്ലോറിനേറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഫിൽറ്റർ ചെയ്ത വെള്ളം നമുക്കിവിടെ സുലഭമായിട്ട് കിട്ടും. ഫിൽറ്റർ ചെയ്ത വെള്ളം അത് തലേ ദിവസം ഞാൻ എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം ആ ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ മാത്രമാണ് ഞാൻ തല കഴുകുന്നത്. 2-3 ദിവസം കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ ബേബി ഷാമ്പു ഇട്ടിട്ട് തല കഴുകുക. അല്ലാത്ത ദിവസങ്ങളിൽ വെറും കഴുകുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അടുത്തൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്.